വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. നോക്കാം 100 പ്രധാന വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക കോൺഗ്രസ് പുറത്തിറക്കി. ന്യായ് പദ്ധതിയാണ് പ്രകടന പത്രികയുടെ പ്രധാന ആകർഷണം. കാർഷിക മേഖലയെ ഒപ്പം നിർത്താൻ നിരവധി വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളത്. കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ ബി.ജെ.പി. കോൺഗ്രസ് പ്രകടന പത്രികയിലുള്ളത് നടപ്പാക്കാനാകാത്ത വാഗ്ദാനങ്ങളാണെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ഭീകരവാദികളുടെ അജണ്ടയ്ക്ക് ശക്തി പകരുന്നതാണ് പ്രകടന പത്രികയെന്നും ജെയ്റ്റ്ലി ആരോപിച്ചു. ദക്ഷിണേന്ത്യയെ നരേന്ദ്രമോദി അവഗണിച്ചതുകൊണ്ടാണ് താൻ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. താൻ മത്സരിക്കണമെന്ന ആവശ്യം ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉയർന്നുവന്നു. അവർക്കൊപ്പമുണ്ടെന്ന് തെളിയിക്കാനാണ് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. തൃശൂരിൽ ചലച്ചിത്ര താരം സുരേഷ് ഗോപിയോ ബി ഗോപാലകൃഷ്ണനോ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകും. ഇക്കാര്യത്തിൽ ഇരുവരുമായും പാർട്ടി നേതൃത്വം ആശയവിനിമയം നടത്തി. സുരേഷ് ഗോപിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം മാത്രമാകും ബി ഗോപാലകൃഷ്ണൻ എത്തുക. LDF കൺവീനറുടെ അധിക്ഷേപ പരാമർശത്തിൽ രമ്യ ഹരിദാസ് പോലീസിൽ പരാതി നൽകി. LDF കൺവീനർ എ വിജയരാഘവന്റെ പരാമർശം തനിക്കെതിരെയുള്ള വ്യക്തിപരമായ അധിക്ഷേപമാണെന്നാണ് പരാതി. രമ്യ ഹരിദാസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്ന് എ വിജയരാഘവൻ. വിവാദത്തിൽ വിജയരാഘവനെ പിന്തുണച്ച് CPIM നേതാക്കൾ പ്രത്യക്ഷത്തിൽ രംഗത്ത് വന്നെങ്കിലും പരോക്ഷമായി പ്രസംഗം അനുചിതമായിരുന്നു എന്ന നിലപാടാണുള്ളത്. വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും എത്തും. നാളെ കേരളത്തിലെത്തുന്ന രാഹുൽ വ്യാഴാഴ്ച പത്രിക സമർപ്പിക്കും. മോദി അനുകൂല പരാമർശത്തിൽ രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗ് ചട്ടം ലംഘിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടണമെന്നായിരുന്നു കല്യാൺ സിംഗിന്റെ പരാമർശം. ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഗമനം. കള്ളപ്പണം കണ്ടെത്തിയതിനെ തുടർന്ന് ഫാദർ ആന്റണി മാടശ്ശേരി അറസ്റ്റിലായ വിഷയത്തിൽ വിശദീകരണവുമായി സൗത്ത് ഇന്ത്യൻ ബാങ്ക്. പോലീസ് പണം കണ്ടെത്തിയത് മാടശ്ശേരിയുടെ വസതിയിൽ വെച്ചല്ലെന്നും ജീവനക്കാർ എണ്ണിയ 6 കോടി രൂപ രേഖകളില്ലാതെ പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നുവെന്നും ബാങ്ക് വ്യക്തമാക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടാണെങ്കിലും വിശ്വാസ സമൂഹത്തോടൊപ്പം നിലകൊള്ളുമെന്ന് NSS മുഖപത്രം. ശബരിമല യുവതീ പ്രവേശനം രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള അവസരമായി BJPയും കോൺഗ്രസും കണ്ടുവെന്നും NSS മുഖപത്രം കുറ്റപ്പെടുത്തുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി കച്ചവടത്തിൽ കർദിനാളിനെതിരെ കോടതി കേസെടുത്തു. തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുത്തത്. ഇടപാടിൽ പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേടുണ്ടെന്ന് കോടതി വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ ബോണ്ടായി വാങ്ങുന്നതിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വിവിധ കക്ഷികളാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. കേന്ദ്ര ഭരണകക്ഷിക്ക് നിർലോഭം കോർപ്പറേറ്റ് ഫണ്ട് ലഭിക്കുന്നതിനുള്ള മാർഗമായാണ് ബോണ്ട് സമ്പ്രദായമെന്നാണ് ഹർജിക്കാരുടെ വാദം. കോഴിക്കോട് BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ പത്രികാ സമർപ്പണം സംബന്ധിച്ച് BJPയിൽ ആശയക്കുഴപ്പം. ജില്ലയിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചെങ്കിലും ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന പ്രകാശ് ബാബുവിന്റെ പത്രികാ സമർപ്പണം സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനമെടുക്കാനായിട്ടില്ല. കോഴിക്കോട് ട്രാൻസ്ജെൻഡർ ഷാലുവിന്റെ മരണം കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. കഴുത്തിൽ സാരി കുരുക്കിയതിനെ തുടർന്ന് ശ്വാസം മുട്ടി മരിച്ചതാണെന്നാണ് സൂചന. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണ പുരോഗതി അറിയിക്കാൻ ക്രൈംബ്രാഞ്ചിന് ഹൈക്കോടതി നിർദ്ദേശം. 10 ദിവസത്തിനകം സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. വികസന പ്രവർത്തനങ്ങൾക്കായി നൽകിയ തുകയിൽ 5822 കോടി രൂപ സർക്കാർ വകുപ്പുകൾ പാഴാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതികൾ നടപ്പാക്കാനായി നൽകിയ തുകയാണ് പാഴാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി വകുപ്പുകൾ പദ്ധതി വെട്ടിക്കുറച്ചുവെന്നാണ് ആക്ഷേപം. ഒഴിവുകൾ നികത്താത്തത് സാമ്പത്തിക പ്രതിസന്ധി കാരണമാണെന്ന KSRTC വാദം അംഗീകരിച്ച സുപ്രീംകോടതി. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ തസ്തികകൾ ഒഴിച്ചിടാൻ മാനേജ്മെന്റിന് അവകാശമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി. രേഖകളില്ലാത്തതിന്റെ പേരിൽ KSRTC സ്കാനിയ ബസ്സുകൾ തിരുവനന്തപുരം RTO പിടിച്ചെടുത്തു. കോർപ്പറേഷൻ വാടകയ്ക്കെടുത്ത ബസ്സുകളാണ് പിടിച്ചെടുത്തത്. ഇതോടെ KSRTC ബാംഗ്ലൂർ മൂകാംബിക സർവീസുകൾ റദ്ദാക്കി. ചുട്ടുപൊള്ളുന്ന വേനലിൽ പഴവർഗ്ഗങ്ങളുടെ വിലയും കുതിക്കുന്നു. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കാർഷിക മേഖലയിലുണ്ടായ ജലക്ഷാമം പഴവർഗ്ഗങ്ങളുടെ ലഭ്യതയെ ബാധിച്ചതാണ് വിലവർദ്ധനവിന് കാരണം. CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ RSS പ്രവർത്തകന്റെ ശിക്ഷ സുപ്രീംകോടതി വെട്ടിച്ചുരുക്കി. പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി സോമനെ കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി മണിയുടെ ശിക്ഷയാണ് വെട്ടിക്കുറച്ചത്. 7 വർഷത്തിലധികം തടവ് ശിക്ഷ അനുഭവിച്ചതിനാൽ മണിയെ ജയിൽ മോചിതനാക്കാനും കോടതി ഉത്തരവിട്ടു.
കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി PK ശ്രീമതിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഷോർട്ട് ഫിലിം ഷൈജോ കണ്ട കണ്ണൂർ എന്ന പേരിൽ നിർമ്മിച്ച ചിത്രത്തിൽ KK രാഗേഷ് MPയും ജെയിംസ് മാത്യു MLAയും അഭിനേതാക്കളായി എത്തുന്നുണ്ട്. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ പ്രചാരണ പരിപാടികൾക്ക് കൊഴുപ്പേകി വീഡിയോ പുറത്തിറക്കി. വരണം വാസവൻ എന്ന പേരിൽ സംവിധായകൻ ജയരാജിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ വീഡിയോ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ പ്രകാശനം ചെയ്തു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 18 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പണി പൂർത്തീകരിച്ചിട്ടും കുടിവെള്ളം നൽകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. സ്ത്രീകളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം അവതരിപ്പിച്ച് 24. വിദൂര സ്റ്റുഡിയോയിലുള്ള അതിഥിയെ വെർച്വൽ സ്റ്റുഡിയോയിൽ അവതാരകനൊപ്പം പരിചയപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണിത്. എറണാകുളം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനുമായി തത്സമയ സംവാദമൊരുക്കിയാണ് പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് തുടക്കമിട്ടത്. പാകിസ്ഥാന്റെ 4 F-16 പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിക്ക് സമീപത്തെത്തിയതായി റിപ്പോർട്ട്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് വിമാനങ്ങൾ പഞ്ചാബിലെ ഖേംകരൺ മേഖലയ്ക്ക് സമീപമെത്തിയത്. നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ വിജയിച്ചാലും രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ലെന്ന് തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവു. ഗോദാവരിക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിക്കെതിരെ തെറ്റായ സന്ദേശം പടർത്തുന്ന കോൺഗ്രസിന്റെ വ്യാജ പേജുകൾ നീക്കം ചെയ്തെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. 687 ഫേസ്ബുക്ക് പേജുകളാണ് നീക്കം ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്സഭയിലേക്കുള്ള 10 സ്ഥാനാർത്ഥികളുടെയും ഒഡീഷ നിയമസഭയിലേക്കുള്ള 9 സ്ഥാനാർത്ഥികളുടെയും പട്ടിക പുറത്തുവിട്ട് ബിജു ജനതാദൾ. 4 ഘട്ടങ്ങളായി നടക്കുന്ന ഒഡീഷയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 11 ആരംഭിക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നടപടി സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ഇന്ത്യൻ സേനയെ മോദിജിയുടെ സേനയെന്ന് വിശേഷിപ്പിച്ചതിനാണ് നടപടി. സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗാസിയാബാദ് ജില്ലാ മജിസ്ട്രേറ്റിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ തേജ് പ്രതാപ് യാദവ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. ലാലു റാബ്രി മോർച്ച എന്നാണ് പുതിയ പാർട്ടിയുടെ പേര്. കഴിഞ്ഞ ദിവസം RJDയുടെ യുവജന വിഭാഗം ഉപദേശക സ്ഥാനത്തു നിന്നും തേജ് പ്രതാപ് രാജിവെച്ചിരുന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ ബാഹുബലി ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം ഭല്ലാലദേവനോട് ഉപമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയായിരുന്നു മോദിയുടെ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രം PM മോദി റിലീസ് ചെയ്യുന്നതിനെതിരെ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിലൊരു ചിത്രം പുറത്തിറങ്ങുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കാണിച്ചു നൽകിയ പൊതുതാൽപര്യ ഹർജിയാണ് തള്ളിയത്. വോട്ടിംഗ് മെഷീൻ കേടുവരുത്തുമെന്ന പരാമർശത്തിൽ ശിവസേന MP സഞ്ജയ് റാവത്തിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്തിയിട്ടാണെങ്കിലും JNU വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിനെ BJP തോൽപ്പിക്കുമെന്നായിരുന്നു സഞ്ജയ് റാവത്തിന്റെ പ്രസ്താവന. വേനലിൽ ചുട്ടുപൊള്ളി ഓസ്ട്രേലിയ. കഴിഞ്ഞ 4 മാസത്തിനിടയിലെ റെക്കോർഡ് താപനിലയാണ് മാർച്ച് മാസത്തിൽ അനുഭവപ്പെട്ടത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കടുത്ത വേനൽ മൂലം രാജ്യത്തെ മിക്ക സ്ഥലങ്ങളിലും കടുത്ത വരൾച്ചയാണ് അനുഭവപ്പെടുന്നത്. തുർക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഭരണമുന്നണിയായ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. രാജ്യത്തെ പ്രമുഖ നഗരങ്ങളായ ഇസ്താംബൂളിലും അങ്കാരയിലും മേയർ തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രതിപക്ഷ കക്ഷിയായ റിപ്പബ്ലിക്കൻസ് പീപ്പിൾസ് പാർട്ടി വിജയിച്ചതായി ഇലക്ടറൽ ബോർഡ് അറിയിച്ചു. നേപ്പാളിലെ ബാര ജില്ലയിലുള്ള മാനാഗ്വാദ ഗ്രാമത്തിലുണ്ടായ കൊടുങ്കാറ്റിൽ 30 മരണം. ശക്തമായ കാറ്റിൽ ഗ്രാമത്തിലെ ഭൂരിഭാഗം വീടുകളും നിലംപൊത്തി. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസിലൻഡ് സർക്കാരിന്റെ തോക്ക് നിരോധനത്തെ സ്വാഗതം ചെയ്യുന്നതായി ലൈസൻസുള്ള തോക്കുടമസ്ഥരുടെ സംഘടനയായ ദേശീയ റൈഫിൾ അസോസിയേഷൻ. ക്രൈസ്റ്റ് ചർച്ചിലെ പള്ളിയിലുണ്ടായ വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ന്യൂസിലൻഡ് സർക്കാർ തോക്ക് നിരോധനം നടപ്പാക്കാൻ തീരുമാനിച്ചത്. സ്ലോവാക്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി സൂസന ക്യാപിറ്റോവ. ഭരണപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായ മറോസ് സെഫ്കോവിനെ 58% വോട്ടുകൾക്കാണ് സൂസന തോൽപ്പിച്ചത്. ലിബറൽ പ്രോഗ്രസീവ് സ്ലോവാക്യയുടെ അഴിമതി വിരുദ്ധ സ്ഥാനാർത്ഥിയായാണ് സൂസന ക്യാപിറ്റോവ മത്സരിച്ചത്. ആമസോൺ മേധാവി ജെഫ് ബെസോസിന്റെ സ്വകാര്യ ചിത്രങ്ങൾ സൗദി ചോർത്തി. ജമാൽ ഖഷോഗിയുടെ വധവുമായി ബന്ധപ്പെട്ട് ജെഫിന്റെ ഉടമസ്ഥതയിലുള്ള ദിനപത്രം വാർത്തകൾ നൽകിയതിനാണ് ചിത്രങ്ങൾ ചോർത്തിയതെന്നാണ് ആരോപണം. അഫ്ഗാൻ താലിബാൻ സമാധാന ചർച്ചയ്ക്ക് ഉസ്ബെക്കിസ്ഥാൻ വേദിയാകുന്നു. അഫ്ഗാൻ ഉസ്ബെക്കിസ്ഥാൻ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനും തീരുമാനമായി.
പെറുവിൽ 2 നില ബസ്സിന് തീപിടിച്ച് 20 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വൈദ്യുതി തകരാർ മൂലമാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും ബസിന്റെ 2ാം നിലയിൽ യാത്ര ചെയ്തവരാണ്. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനെതിരെ പുതിയ നിയമങ്ങളുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ. വത്തിക്കാനിലും മറ്റു രാജ്യങ്ങളിലെ വത്തിക്കാന്റെ നയതന്ത്ര ആസ്ഥാനങ്ങളിലും ഈ നിയമങ്ങൾ കർശനമാണ്. UAE-യിൽ പ്രവാസികൾക്ക് കുടുംബ വിസ അനുവദിക്കാൻ വരുമാനം മാത്രം മാനദണ്ഡമാക്കാൻ തീരുമാനം. നേരത്തെ ജോലി ചെയ്യുന്ന തസ്തികയും വരുമാനവും അടിസ്ഥാനമാക്കിയാണ് കുടുംബത്തെ സ്പോൺസർ ചെയ്യാൻ അനുമതി നൽകിയിരുന്നത്. സൗദിയിൽ വിദേശ നിക്ഷേപം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. 10 വർഷത്തിനിടയിൽ വിദേശ നിക്ഷേപം ഇരട്ടിയായാണ് വർദ്ധിച്ചിരിക്കുന്നത്. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് രാജ്യം കൈക്കൊണ്ട നടപടികളുടെ ഭാഗമായാണ് ഈ വർധന. ചൈനയിൽ അമർത്യതയുടെ ഔഷധം കണ്ടെത്തിയെന്ന് ഗവേഷകർ. ചൈനയിലെ ലുയാങ് സിറ്റിയിലെ ആർക്കിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി ജിസൻ ഷിയുടെ വെളിപ്പെടുത്തൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. UAE-യിൽ ഇലക്ട്രോണിക് ഫാമിലി ബുക്ക് സംവിധാനം ആവിഷ്കരിക്കാനുള്ള ക്യാബിനറ്റ് തീരുമാനത്തിന് ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അംഗീകാരം നൽകി. രാജ്യത്ത് എല്ലായിടത്തും വിവിധ ഇടപാടുകൾക്ക് അംഗീകൃത രേഖയായി ഇത് ഉപയോഗിക്കാനാവും. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായാണിത്. പുറം സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം സമയങ്ങളിൽ പുറത്തിറങ്ങാതെ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോക ഫുട്ബോൾ സംഘടനയായ ഫിഫ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരനാവാൻ പ്രഫുൽ പട്ടേൽ. ഈ മാസം 6-ന് ക്വാലാലംപൂരിലാണ് ഏഷ്യൻ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുക. മറ്റൊരു സാമ്പത്തിക വർഷം കൂടി പിന്നിടുമ്പോൾ മികച്ച നേട്ടവുമായി രാജ്യത്തെ ഓഹരി വിപണി. തുടർച്ചയായി 3 വർഷവും 2 അക്ക നേട്ടം നിക്ഷേപകന് നൽകി ധനകാര്യം, IT, FMCG എന്നീ വിഭാഗങ്ങളും റിലയൻസ് ഇൻഡസ്ട്രീസുമാണ് ഓഹരി വിപണിയെ ഈ നേട്ടത്തിന് സഹായിച്ചത്. ഡെലിവറി ബോയിൽ നിന്നും മോശം അനുഭവമുണ്ടായതായി പരാതിപ്പെട്ട യുവതിക്ക് ലഭിച്ചതിന് ക്ഷമാപണക്കുറിപ്പും 200 രൂപയുടെ കൂപ്പണും. പ്രമുഖ ഓൺലൈൻ ഭക്ഷ്യവിതരണ കമ്പനിയാണ് പ്രശ്നം ഒത്തുതീർപ്പാക്കിയത്. ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30-ലേക്ക് നീട്ടി. ഇത് 6ാമത്തെ തവണയാണ് സമയം നീട്ടി നൽകുന്നത്. രാജ്യത്തെ 3 പൊതുമേഖലാ ബാങ്കുകളായ ദേനയും വിജയയും ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ലയിച്ച് ഒന്നായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും വലിയ 3ാമത്തെ ബാങ്കായി ബാങ്ക് ഓഫ് ബറോഡ മാറും. IPL-ൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 8-ന് ജയ്പൂരിലാണ് മത്സരം. പ്രീമിയർ ലീഗിൽ ന്യൂകാസിൽ യുണൈറ്റഡിനെ തകർത്ത ആഴ്സണൽ. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കായിരുന്നു ആഴ്സണലിന്റെ ജയം. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവായി മനു സോനി ചുമതലയേറ്റു. ESPN, സ്റ്റാർ സ്പോർട്സ് ചാനലുകളുടെ MD ആയിരുന്നു മനു സോനി. ഇനി ജില്ലാ വാർത്തകൾ. ഇത്തവണ സംസ്ഥാനത്ത് ഏപ്രിൽ പകുതിയോടെ വേനൽ മഴ എത്തുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കി. 3 ദിവസത്തിനുള്ളിൽ ചിലയിടങ്ങളിൽ മഴ പെയ്യുമെന്നാണ് വിലയിരുത്തൽ. കടമറ്റ രാമകൃഷ്ണൻ പുരസ്കാരം കവയത്രി സുഗതകുമാരിക്ക് സമ്മാനിച്ചു. കടമറ്റ രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം ഫൗണ്ടേഷൻ പ്രസിഡന്റ് MA ബേബിയാണ് നൽകിയത്. തിരുവനന്തപുരത്ത് ഏപ്രിൽ 5 മുതൽ 15 വരെ കനകോത്സവം സംഘടിപ്പിക്കും. നഗരസഭയുടെയും സിസയുടെയും സഹായത്തോടെ പ്രസ് ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ തനത് വരുമാനത്തിൽ ഈ വർഷം 18% വർധന രേഖപ്പെടുത്തിയതായി മേയർ VK പ്രശാന്ത്. 125.05 കോടിയാണ് ഈ വർഷത്തെ തനത് വരുമാനം. കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ സമൂഹത്തെ രൂപപ്പെടുത്താൻ കഴിയണമെന്ന് ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാത്തോലിക്ക ബാബ. പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് നഗറിൽ നടന്ന മലങ്കര കൺവെൻഷന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കാത്തോലിക്ക ബാബ. പത്തനംതിട്ട ജില്ലയും സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നയാൾ പോലീസ് പിടിയിൽ. തിരുവല്ല സ്വദേശി ശരത്താണ് പിടിയിലായത്. മോഷണ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആളില്ലാത്ത വീടുകളിൽ മോഷണം നടത്തി വരികയായിരുന്നു ഇയാൾ. അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ 17 വരെ ഇലന്തൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കും. പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ഇലന്തൂർ നാട്ടൊരുമയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് കോച്ചിംഗ് ക്യാമ്പ്. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ബഹിഷ്കരിക്കാനുള്ള നീക്കം തള്ളിക്കളയണമെന്ന് AKSTU.
ഹയർ സെക്കൻഡറി അധ്യാപകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും AKSTU അഭിപ്രായപ്പെട്ടു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്ന സർക്കാർ ആശുപത്രിയായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രി. താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ ചെലവ് കുറഞ്ഞ രീതിയിലും RYS പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും എല്ലാ ആഴ്ചകളിലും ചെയ്യുന്നതായി RMO അറിയിച്ചു. വ്യാജരേഖകൾ ചമച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതി അറസ്റ്റിൽ. കൊല്ലം സ്വദേശി റിജു എബ്രഹാമാണ് അറസ്റ്റിലായത്. വിദേശ ജോലി വാഗ്ദാനം നൽകി പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലും ഇയാൾ പ്രതിയാണ്. കുട്ടനാട്ടിൽ വിളവെടുപ്പും നെല്ല് സംഭരണവും അവസാന ഘട്ടത്തിൽ. ജില്ലയിൽ പുഞ്ചകൃഷി ഇറക്കിയ 75% പാടശേഖരങ്ങളിലും വിളവെടുപ്പ് പൂർത്തിയായതാണ് റിപ്പോർട്ടുകൾ. പ്രളയാനന്തരം പുഞ്ചകൃഷി ഇറക്കിയ കർഷകർക്ക് എക്കാലത്തെയും മികച്ച വിളവാണ് ലഭിച്ചിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി AM ആരിഫ് ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ പര്യടനം നടത്തും. രാത്രി 8:30 വലിയഴീക്കലിൽ പര്യടനം അവസാനിക്കും. CSI അധ്യാപക കൂട്ടായ്മ ഏർപ്പെടുത്തിയ മികച്ച LP സ്കൂളിനുള്ള അവാർഡ് 4ാം തവണയും മുഹമ്മ CMS LPക്ക്. വൈദിക സഭാ സെക്രട്ടറി ജോൺ ഐസക്കിൽ നിന്നും പ്രഥമാധ്യാപിക ജോളി തോമസും സഹപ്രവർത്തകരും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. വരുമാനത്തിൽ കൃത്രിമം കാട്ടി മോഷണം നടത്തിയ പെട്രോൾ പമ്പ് ജീവനക്കാർ അറസ്റ്റിൽ. കുറവിലങ്ങാട് സ്വദേശി ജിസ്മോൻ, കൊല്ലം സ്വദേശി മെറിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ പനാമ കവലയിലുള്ള സെന്റ് തോമസ് ഫ്യൂവൽസിലാണ് തട്ടിപ്പ് നടന്നത്. ജലക്ഷാമം രൂക്ഷമായതിനാൽ കടുത്തുരുത്തിയിലുള്ള MVIP കനാൽ തുറന്നുവിടണമെന്ന ആവശ്യം ശക്തമാകുന്നു. കനാലിലൂടെ വെള്ളം തുറന്നുവിട്ടാൽ ഈ പ്രദേശങ്ങളിലെ കിണറുകളിൽ വെള്ളം നിറയുന്നതിനും കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമാകുമെന്ന് നാട്ടുകാർ പറയും. 100 കുപ്പി വിദേശ മദ്യവുമായി തമിഴ്നാട് സ്വദേശി ചങ്ങനാശ്ശേരിയിൽ പിടിയിലായി. തൂത്തുക്കുടി സ്വദേശി രാധാകൃഷ്ണനാണ് പോലീസിന്റെ പിടിയിലായത്. ഡ്രൈഡേ ദിനത്തിൽ വിതരണം ചെയ്യാൻ സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പോലീസ് പിടികൂടിയത്. അയ്യങ്കാളിയുടെ പ്രതിമ സാമൂഹ്യവിരുദ്ധർ തകർത്തതിൽ പ്രതിഷേധം. അഖില കേരള ചേരമാർ ഹിന്ദു മഹാസഭ വൈക്കം യൂണിയൻ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃപ്പൂണിത്തുറ പൂന്തോട്ടയിലാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധർ അയ്യങ്കാളിയുടെ പ്രതിമ തകർത്തത്. വാഗമണിലേക്കുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ മെയ് 31-നകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. മൂലമറ്റം പുള്ളിക്കാനം വാഗമൺ പബ്ലിക് റോഡിന്റെയും കാഞ്ഞാർ ഇലവിഴ പൂഞ്ചിറ വാഗമൺ റോഡിന്റെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇടുക്കി ചെറുതോണി ബസ് ടെർമിനലിന്റെ നിർമ്മാണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് നൽകിയ 1.5 ഏക്കർ സ്ഥലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. ബാലഭാസ്കറിന് ആദരമർപ്പിച്ച് കൊച്ചിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബിഗ് ബാല കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയും എറണാകുളം ജനറൽ ഹോസ്പിറ്റലും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. CPIM വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ കനിവ് വീടിന്റെ താക്കോൽ കൈമാറി. ഇഞ്ചൂർ ഊരാക്കുടിയിൽ ഖദീജ മിസറി സഹോദരിമാർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. അമ്പലമ്പടിയിൽ നടന്ന ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ താക്കോൽ ദാനം നിർവഹിച്ചു. സർക്കാർ നിർദ്ദേശം അവഗണിച്ച കനത്ത ചൂടിലും തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് കളക്ടർ K മുഹമ്മദ് വൈ സഫീറുള്ള. വരൾച്ച പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നയാളെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. നെടുമ്പാശ്ശേരി വിഷ്ണു വിഹാറിൽ വിനുവിനെയാണ് കാപ്പ നിയമം സെഷൻ 15 പ്രകാരം നാടുകടത്തിയത്. ചാലക്കുടി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എറണാകുളം ജില്ലാ കളക്ടർക്ക് മുൻപാകെ BJPയിലെ മുതിർന്ന നേതാവ് O രാജഗോപാലിനൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിക്കിണർ വറ്റിക്കുന്ന തീരുമാനം നീട്ടിവെക്കാൻ ദേവസ്വം യോഗത്തിൽ ധാരണ. കിണർ വറ്റിച്ചാൽ ഭൂഗർഭജല ലഭ്യതയിൽ കുറവുണ്ടാകുമെന്നതിനാലാണ് തീരുമാനം നീട്ടിയത്. പുതുശ്ശേരി ദേശീയപാത 544-ൽ വാളയാർ പാമ്പാപ്പള്ളത്തെ ടോൾ പ്ലാസയിൽ വീണ്ടും ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചു. 4 വരിപ്പാതയായി ടോൾ പിരിവ് തുടങ്ങിയ ശേഷം ഇത് 6ാം തവണയാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. വേനലിൽ പാലക്കാട് ജില്ലയ്ക്ക് ആശ്വാസമായി ജയിൽ വകുപ്പിന്റെ കുടിവെള്ള വിതരണം. 1 ലിറ്ററിന് 10 രൂപ നിരക്കിലാണ് വിൽപ്പന. സംസ്ഥാന തലത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ ജയിൽ വകുപ്പ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ജയിൽ അധികൃതരുടെ പ്രവർത്തനം. മഞ്ചേരിയിൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരം അനുസരിക്കാൻ കൂട്ടാക്കാത്ത ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് പോലീസ്. മാർച്ച് 20-ന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ പരിഷ്കാരം സംബന്ധിച്ച് തീരുമാനമുണ്ടായത്.
മലയാള സർവകലാശാലയ്ക്ക് സ്ഥിരം ഭൂമി നൽകാൻ കോടതി നിർദ്ദേശം. സർവകലാശാലയ്ക്ക് ഭൂമി ലഭ്യമാക്കുവാൻ ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയ്, ജഡ്ജ് അനിൽ കെ നരേന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിധിച്ചു. മലപ്പുറം ജില്ലയിൽ വെസ്റ്റ് നൈൽ വൈറസ് ബാധയുടെ പ്രതിരോധത്തിന് ആരോഗ്യസേനയെ ശാക്തീകരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് തല ബോധവൽക്കരണ പ്രവർത്തനം വിലയിരുത്താൻ കളക്ടർ അമിത് മീണയുടെ നിർദ്ദേശപ്രകാരം ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഭിന്നശേഷിക്കാരെ സൗജന്യമായി പോളിംഗ് ബൂത്തിലെത്തിക്കുന്നതിനായി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ 360 വാഹനങ്ങൾ. തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ സാമൂഹ്യനീതി വകുപ്പും തെരഞ്ഞെടുപ്പ് വിഭാഗവും സംയുക്തമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി യുവജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കലാപരിശീലനം ഏപ്രിൽ 2ാം വാരത്തിൽ വാണിയമ്പലത്ത് നടക്കും. മാപ്പിളപ്പാട്ട്, കോൽക്കളി, ദഫ്, അറബന, വട്ടപ്പാട്ട്, ഒപ്പന എന്നീ ഇനങ്ങളിലാണ് പരിശീലനം. രേഖകളില്ലാതെ കൊണ്ടുപോവുകയായിരുന്ന 2 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടികൂടി. ഇന്നലെ വാഹന പരിശോധന നടത്തുകയായിരുന്ന സുൽത്താൻ ബത്തേരി ഫ്ലൈയിംഗ് സ്ക്വാഡാണ് പണം പിടിച്ചത്. സുൽത്താൻ ബത്തേരി ടൗണിലെ ചുങ്കം ബസ് സ്റ്റാൻഡിന് സമീപം പുതിയ മത്സ്യ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. 8 മുറികളും 29 സ്റ്റാളുകളുമായാണ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. തിരുവള്ളൂർ ഡിസ്ട്രിബ്യൂഷൻ കനാലിൽ വെള്ളമെത്താത്തതിൽ പ്രതിഷേധിച്ച് കുത്തിയിരിപ്പ് സമരം. പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളുമാണ് കുറ്റ്യാടി ഇറിഗേഷൻ പുതുപ്പണം ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ ഇന്ന് മേട്ടുപ്പാളയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. നീലഗിരി ലോക്സഭാ മണ്ഡലം DMK സ്ഥാനാർത്ഥി A. രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് സ്റ്റാലിൻ എത്തുന്നത്. ആയുധങ്ങളുമായി എത്തിയ സംഘം യുവാവിനെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയതായി പരാതി. വയനാട് മാനന്തവാടിയിലാണ് സംഭവം. KL 57Q 6370 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള കാറിലെത്തിയ സംഘമാണ് കൃത്യം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കോഴിക്കോട് ബീച്ചിൽ ഒരാൾ മുങ്ങി മരിച്ചു. നടക്കാവ് സ്വദേശി പ്രതാപനാണ് മരിച്ചത്. തിരയിലകപ്പെട്ട 3 വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ഭിന്നശേഷി സൗഹൃദ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി പോളിംഗ് സ്റ്റേഷനിലെത്താൻ വാഹനം ആവശ്യമുള്ള ഭിന്നശേഷിക്കാർക്ക് വാഹന സൗകര്യം ഏർപ്പാടാക്കുമെന്ന് ജില്ലാ കളക്ടർ സാംബശിവ റാവു. നിലവിൽ 9000-ഓളം ഭിന്നശേഷിക്കാർക്കാണ് പോളിംഗ് സ്റ്റേഷനിലെത്താൻ വാഹന സൗകര്യം ഒരുക്കുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള മയക്കുമരുന്ന് മാഫിയ തലശ്ശേരി നഗരത്തിൽ പിടിമുറുക്കുന്നു. ബ്രൗൺ ഷുഗറും ഹാഷിഷും ഉൾപ്പെടെ വൻ നഗരങ്ങളിൽ ലഭിക്കുന്ന ലഹരി വസ്തുക്കളെല്ലാം എത്തിക്കുന്ന സംഘങ്ങൾ ജില്ലയിൽ സജീവമാണ്. കണ്ണൂർ ഇരിട്ടിയിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് 4 പേർ ചികിത്സയിൽ. പായം, കോണ്ടമ്പ്ര പ്രദേശങ്ങളിൽ ഇന്നലെ ഉച്ചയോടെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പേപ്പട്ടി ആക്രമിച്ചത്. കണ്ണൂർ ജില്ലയിൽ താപനില ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. കാസർഗോഡ് പാലായിലെ ഷട്ടർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നീലേശ്വരം നഗരസഭയുടെയും കയ്യൂർ ചീമേനി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് തേജസ്വിനി പുഴയിലാണ് ഷട്ടർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. ജില്ലയിൽ പ്രൈമറി അധ്യാപക മേഖലയിൽ റെക്കോർഡ് ഒഴിവുകൾ. LPSA വിഭാഗത്തിൽ 400-ലധികം ഒഴിവുകളാണ് നിലവിലുള്ളത്. നേരത്തെ 357 LP അധ്യാപക ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട 280 കുപ്പി കർണാടക നിർമ്മിത വിദേശ മദ്യം എക്സൈസ് പിടികൂടി. ബേക്കൽ വിഷ്ണുമഠത്തിനടുത്ത് പുഷ്പയുടെ വീട്ടുപറമ്പിൽ നിന്നാണ് മദ്യക്കുപ്പികൾ കണ്ടെത്തിയത്. ഇവിടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി 24 റൗണ്ടപ്പുമായി റീജിത്തും. നമസ്കാരം.